മെൻസ്ട്രൽ ബ്ലഡ് കൺസ്യൂം ചെയ്തതിനാൽ തനിക്ക് ഇമ്മോർട്ടൽ ആവാം എന്ന് കരുതിയിരുന്ന ഒരു രാജാവായിരുന്നു മിങ് ഡൈനാസ്റ്റിയിലെ ജിയാജിങ്. 1521 രാജാവായിട്ട് സ്ഥാനമേൽക്കുമ്പോൾ ഭരണകാര്യങ്ങളെക്കാളും കൂടുതൽ ജിയാജിങ്ങിൻ്റെ ഫോക്കസ് തനിക്ക് എങ്ങനെ ഇമ്മോർട്ടൽ ആവാം, എങ്ങനെ ഇറ്റേണൽ ലൈഫ് അച്ചീവ് ചെയ്യാം എന്നതിനെ പറ്റിയായിരുന്നു. അതിന് കൊണ്ട് തന്നെ ജിയാജിങ് ഒരുപാട് അൽക്കെമിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്ത് അവരുണ്ടാക്കി കൊടുത്ത എലിക്സർ കൺസ്യൂം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. വെറും 13-14 വയസ്സുള്ള വെർജിനായിട്ടുള്ള പെൺകുട്ടികൾക്ക് മൽബറി ലീവ്സും റെയിൻ വാട്ടറും കൊടുത്ത് അവരുടെ മെൻസ്ട്രൽ ബ്ലഡ് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ജിയാജിങ് കൺസ്യൂം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ വെറും ഒരു കെട്ടുകഥ മാത്രമായിരിക്കാം, കാരണം ഇതിൻ്റെ ഒരുപാട് വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഇൻ എന്ന എനർജിയുടെ ഒരു പ്യൂറസ്റ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഫോമായിട്ടാണ് മെൻസ്ട്രൽ ബ്ലഡിനെ അൽക്കെമിസ്റ്റുകൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല എലിക്സേഴ്സിലും മെൻസ്ട്രൽ ബ്ലഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു എന്ന് പറയാം നമുക്ക്. അവസാനം ഈ സ്ത്രീകളോടും പെൺകുട്ടികളോടുള്ള ചൂഷണത്തിന് പ്രതികാരം എന്ന പോലെ ജിയാജിങ്ങിനെ കൊല്ലാനായിട്ട് അവിടുത്തെ സ്ത്രീകൾ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇതിനെ പിന്നീട് ദി ഫേമസ് പാലസ് മെയ്ഡ് പ്ലോട്ട് എന്നറിയപ്പെട്ടു. പക്ഷെ എന്തുകൊണ്ടോ ആ പ്ലാൻ ഫെയിലിയറായി, ജിയാജിങ്ങിനെ കൊല്ലാൻ സാധിച്ചില്ല. അവസാനം ഈ പ്ലാനിൽ ഇൻവോൾവ് ആയത് എല്ലാ സ്ത്രീകളെയും ജിയാജിങ് വളരെ ടോർച്ചർ ചെയ്തിട്ട് കൊന്നു കളഞ്ഞു. ലെഡും മെർക്കുറിയും അതുപോലെ അർസനിക്കും പോലത്തെ ഹെവി മെറ്റൽസ് പല എലിക്സേഴ്സിൻ്റെ മേജർ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. ഇതെല്ലാം കൺസ്യൂം ചെയ്ത് 59 വയസ്സിൽ ജിയാജിങ് മരണപ്പെട്ടു. തന്നെ ഇമ്മോർട്ടലാക്കും അല്ലെങ്കിൽ ഇറ്റേണൽ ലൈഫ് തനിക്ക് തരും എന്ന് താൻ വിചാരിച്ച എലിക്സേഴ്സ് തന്നെയാണ് തൻ്റെ മരണത്തിൻ്റെ ലാസ്റ്റ് കാരണമായത്. എന്തൊരു ഐറണിയാണല്ലോ അത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ?